വെൽക്കം ടു ദി ഹങ്കർ ട്രാവലർ. ഇന്ന് അടിപൊളി ഒരു നാടൻ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അവിയലാണ് ഉണ്ടാക്കുന്നത്. അവിയൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനിവിടെ ഉണ്ടാക്കുന്നത് കുക്കറിൽ എങ്ങനെ അവിയൽ വയ്ക്കാമെന്നാണ്. അതായത് നമ്മൾ സദ്യക്കൊന്നും ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കില്ല. പക്ഷേ വീട്ടിൽ പെട്ടെന്ന് നമുക്ക് അവിയൽ കഴിക്കണം തോന്നുകയാണെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാമത്. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് അരപ്പ് തയ്യാറാക്കാം. 3/4 കപ്പ് തേങ്ങയും 1/4 ടീസ്പൂൺ ജീരകവും 2 ചെറിയ ഉള്ളിയും കൂടെ അതിനകത്തിട്ടിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു 2 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എരിവിന് ആവശ്യമായിട്ടുള്ള എടുക്കാം. 2 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഒതുക്കിയെടുക്കാം. വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് കറക്കി ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അതാണ് നമ്മളത് ചതച്ചെടുത്തിട്ടുണ്ട്. എരിവിന് ഉള്ള പച്ചമുളക് നിങ്ങളുടെ ആവശ്യാനുസരണം മാറ്റാം കേട്ടോ. ഇനി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പച്ചക്കറികൾ പടവലങ്ങ, പിന്നെ അതേപോലെ പച്ചപ്പയർ, ക്യാരറ്റ്, പിന്നെ മുരിങ്ങക്കായ 2 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ മത്തങ്ങ, കുമ്പളങ്ങ, പിന്നെ എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ എടുക്കാം. കായയും ചേനയും ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ള പച്ചക്കറികൾ എടുത്തുവെന്നേ ഉള്ളൂ. എല്ലാം 1/2 കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ പച്ചക്കറികളെല്ലാം തന്നെ ആദ്യം തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി വളരെ സിമ്പിൾ പ്രോസസ്സാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ ഒതുക്കി വെച്ചിട്ടുണ്ടല്ലോ, തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ 3/4 കപ്പ് തൈരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 പിഞ്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കല്ലുപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ കൊണ്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇങ്ങനെ വയ്ക്കുമ്പോൾ പച്ചക്കറികൾ കുഴഞ്ഞു പോകുന്നോ അല്ലെങ്കിൽ വേവാതിരിക്കുന്നോ അങ്ങനെ ഒരു ടെൻഷനൊന്നുമില്ല. നമ്മളെപ്പോഴും ഒരു ഉരുളിയിലോ മൺചട്ടിയിലോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് നേരമൊക്കെ വെള്ളം ഒഴിച്ച് വെയിറ്റ് ചെയ്തിട്ടൊക്കെ വേണം. ഇതിന് അങ്ങനെയൊന്നും വേണ്ട. എന്നാൽ നമ്മളുടെ ട്രഡീഷണൽ ടേസ്റ്റ് ഇതിന് കിട്ടുന്നുണ്ട്. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ വെള്ളം ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. തേങ്ങയിൽ നിന്നും തൈരിൽ നിന്നൊക്കെ വെള്ളം വരുന്നതാണ്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. നമ്മളുടെ പച്ചക്കറികൾ ആവി പോയതിന് ശേഷമാണ് തുറക്കേണ്ടത്. പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. എന്നാൽ ഇതൊന്നും ഉടഞ്ഞു പോയിട്ടില്ല, കുഴഞ്ഞിട്ടില്ല. നല്ല അവിയലിൻ്റെ പരുവത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ ചേർക്കുന്ന വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാടൻ ടേസ്റ്റിലുള്ള കുക്കർ അവിയൽ റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഏറ്റവും എളുപ്പത്തിൽ വയ്ക്കാവുന്ന പച്ചക്കറികൾ വെച്ചിട്ട് വയ്ക്കാവുന്ന ഒരു വിഭവമാണിത്. അപ്പോൾ ആരോഗ്യകരവുമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് വഴി അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.